വിശദവാർത്തകളിലേക്കാണ്. തൃശൂർ പൂരം സാധാരണ പോലെ നടത്തണമെന്നാണ് തീരുമാനമെന്ന് തിരുവമ്പാടി ദേവസ്വം. 24 വരെ ദുഃഖാചരണം നടത്തും. 25, 26 തീയതികളിൽ പൂരം എങ്ങനെയാണോ അതുപോലെ തന്നെ ആഘോഷിക്കും. വെടിക്കെട്ട് ഒഴികെയുള്ള എല്ലാ ചടങ്ങുകളും പ്രൗഢി നിലനിർത്തിക്കൊണ്ട് നടത്തുമെന്നും തിരുവമ്പാടി ദേവസ്വം അറിയിച്ചു. നമ്മൾ 24 തീയതി വരെ ദുഃഖാചരണം നടത്തുക. ആ സമയത്ത് നമ്മുടെ ലൈറ്റുകളോ മറ്റുള്ള ആഘോഷങ്ങളോ ഒന്നും ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. പറയെടുപ്പ് മാത്രമായിട്ട് നമ്മൾ ആ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ട് 24 തീയതി വരെ നമ്മൾ നടത്തും. 25 തീയതി 26, 27 പൂരാഘോഷം അതേപോലെ തന്നെ, എന്നാൽ അത്ര ആർഭാട അല്ലാത്ത രീതിയിൽ, അതായത് ഒന്നിനും ഒരു കുറവും വരുത്താത്ത വിധത്തിൽ നമ്മൾ ആഘോഷിക്കുക. ഭഗവതിക്ക് കൊടിയേറ്റം കഴിഞ്ഞു. കൊടിയിറങ്ങുന്നത് വരെ അതിൻ്റെ എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായി നടത്തണമെന്നാണ് വിദഗ്ധരുമായിട്ടും അതേപോലെ തന്നെ തട്ടക നിവാസികളുമായിട്ടും കാരണന്മാരുമായിട്ടും എല്ലാം സംസാരിച്ചപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നത്. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്തായാലും പാറമേക്കാവിന് പിന്നാലെ തിരുവമ്പാടിയും അവരുടെ തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. 25, 26 തീയതികളിൽ പൂരം നടത്താൻ തന്നെ തീരുമാനം അല്ലേ? തീർച്ചയായും കാർത്തു, 25-നുള്ള ചടങ്ങുകളും 26-നും ഉൾപ്പെടെ 27-നും ഉൾപ്പെടെയുള്ള 3 ദിവസത്തെ ചടങ്ങുകൾ അതിന്റെ മുറ പോലെ തന്നെ നടക്കും. അത്ര കണ്ട് ആഘോഷമില്ലാതെങ്കിലും ചടങ്ങുകൾക്ക് ഒട്ടും ഇത് കുറയ്ക്കാതെ തന്നെ നടത്തും എന്നുള്ളൊരു കാര്യമാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി അല്പം മുമ്പ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. തിരുവമ്പാടിയുടെ കമ്മിറ്റി മീറ്റിംഗിന് ശേഷമായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത്. എന്നാൽ 24 വരെ ഈ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുഃഖാചരണമായി അതുമായി ബന്ധപ്പെട്ട് ദീപാലങ്കാരങ്ങളെല്ലാം ഒഴിവാക്കും. ആ ദിവസങ്ങളിൽ പറയെടുപ്പ് മാത്രമേ നടക്കുകയുള്ളൂ. 25, 26 തീയതികളിൽ പൂരം എങ്ങനെയാണോ നടത്തുന്നത് അതുപോലെ നടക്കും. അതായത് കുടമാറ്റം ഉൾപ്പെടെ മടത്തിൽ വരവ്, പഞ്ചവാദ്യം ഉൾപ്പെടെ മറ്റ് ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തും. ഈ തീരുമാനം ഘടകക്ഷേത്രങ്ങളെയും അറിയിക്കും. ഘടകക്ഷേത്രങ്ങൾ ഇവർക്കൊപ്പം ഈ തീരുമാനത്തിനൊപ്പം, അതായത് പാറമേക്കാവ് നേരത്തെ സമാന രീതിയിലുള്ള തീരുമാനം എടുത്തിരുന്നു. തിരുവമ്പാടിയും ഇപ്പോൾ കൈക്കൊണ്ടു. ഈ തീരുമാനങ്ങൾക്കൊപ്പം ഘടകക്ഷേത്രങ്ങളും നിൽക്കുമെന്നുള്ള ഒരു കാര്യം പ്രതീക്ഷയാണ് എന്നുള്ള കാര്യം കൂടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ അറിയിക്കുകയുണ്ടായി. വെടിക്കെട്ട് മാത്രമേ നടത്താത്ത ഒരു സാഹചര്യമുള്ളൂ. എന്തായാലും ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 14 മരണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ദുഃഖിതരാണ്. എങ്കിൽ കൂടിയും കൊടിയേറ്റം ചടങ്ങ് നടന്നിരുന്നു. കൊടിയേറ്റം നടന്നാൽ പിന്നെ പൂരം ചടങ്ങുകൾ നടത്താതിരിക്കാനുള്ളൊരു നിർവാഹമില്ല എന്നുള്ളൊരു കാര്യം വിദഗ്ധരുമായും കാരണവർമാരും ഒക്കെയായി ആലോചിച്ച് അതിനുശേഷം ആ യോഗത്തിൽ എടുത്ത തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് പൂരത്തിന്റെ ചടങ്ങുകൾ നടത്തുമെന്നത്. ആകെ ഒരു വ്യത്യാസം വരുന്നത് വെടിക്കെട്ടില്ല, മാത്രമല്ല 24, 25 തീയതികളിലാണ് ചമയ പ്രദർശനങ്ങൾ നടക്കുന്നത്. അതിൽ 24-ാം തീയതിയുള്ള ചമയ പ്രദർശനം ഒഴിവാക്കാനും ഒരു തീരുമാനമുണ്ട്. മറ്റു ചടങ്ങുകളെല്ലാം അതുപോലെ തന്നെ നടക്കും. എന്തായാലും ഈ തീരുമാനം നാളെ നടക്കുന്ന ഉന്നതതല യോഗം, കളക്ടർ, മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗത്തിൽ അറിയിക്കും. അതിന് മുന്നോടിയായി ആഘോഷ കമ്മിറ്റിയുടെ യോഗം നാളെ രാവിലെ 9 മണിക്ക് തിരുവമ്പാടിയുടെ വിഭാഗത്തിന്റെ നടക്കും. ആ യോഗത്തിലും ഈ കാര്യങ്ങൾ അറിയിക്കും. അതിനുശേഷം അതിലും എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണെങ്കിൽ അതുൾപ്പെടെ നാളെ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അറിയിക്കും. സ്വാഭാവികമായും തിരുവമ്പാടിയും പാറമേക്കാവും പൂരം നടത്താനുള്ള ഒരു തീരുമാനത്തിലെത്തിയ സ്ഥിതിക്ക് അതിൽ എതിര് നിൽക്കാൻ സർക്കാർ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും നാളെ നടക്കുന്ന യോഗത്തിൽ ഈ തീരുമാനങ്ങളെല്ലാം അറിയിക്കും. ഇതിന് പറഞ്ഞു വന്ന മറ്റു കാരണങ്ങൾ ഈ പൂരവുമായി ബന്ധപ്പെട്ട് പാറമേക്കാവ് പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. അതായത് വലിയ വിപുലമായ ഒരുക്കങ്ങളാണ് മാസങ്ങൾക്ക് മുൻപ് ഈ പൂരത്തിനായി വിവിധ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങളുടെ പണച്ചിലവുള്ള ഒരു കാര്യമാണ്. കുടകൾ ഉൾപ്പെടെ നിരവധി കുടകളെല്ലാം പുതിയ കുടകൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ആലവട്ടം, വെഞ്ചാമരം ഉൾപ്പെടെ എല്ലാം തൃശ്ശൂർ പൂരത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതായത് പോയ വർഷങ്ങളിൽ ഉപയോഗിച്ച കുടയോ ആലവട്ടമോ വെഞ്ചാമരമോ ഒന്നും അടുത്ത വർഷത്തിൽ ഉപയോഗിക്കില്ല. എല്ലാം പുതിയതായി നിർമ്മിക്കുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂർ പൂരത്തിന്റെ രീതി. അതുമായി ബന്ധപ്പെട്ട് നിരവധി തൊഴിലാളികൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവസാനഘട്ട പണികളിലാണ്. മാത്രമല്ല പന്തൽ പണി, അവിടെ സ്വരാജ് റൗണ്ടിൽ 3 പന്തലുകളുടെ പണികൾ അവസാന ഘട്ടത്തിലാണ്, പുരോഗമിക്കുകയാണ്. ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കെ മാത്രമല്ല പൂരം കൊടിയേറ്റം നടന്നാൽ അതിന്റെ ചടങ്ങുകൾ നടത്തണം എന്നുള്ളൊരു ഇതുകൂടിയുണ്ട്. അതെല്ലാം കണക്കിലെടുത്തും മുതിർന്നവരുമായും കാരണവന്മാരുമായും ഒക്കെ ആലോചിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. മരണപ്പെട്ട ഈ വെടിക്കെട്ട് ദുരന്തത്തിൽ
മരണപ്പെട്ടവർക്ക് ദേവസ്വത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്യും. അതിൽ അതീവ ദുഃഖിതരാണ്. അതുകൊണ്ട് തന്നെയാണ് 24 വരെ ദുഃഖാചരണവും ദീപാലങ്കാരങ്ങളും ഒഴിവാക്കലും എല്ലാം സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തി അല്പം മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. കാർത്തു. ശരി, വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.